ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചോറിന് വേണ്ട അരി നമ്മൾ കഴുകി അടുപ്പത്തിടാനായിട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് നമുക്ക് വെള്ളം എടുത്ത് തിളപ്പിച്ചതിനകത്തോട്ട് അരി എടുത്ത് വാരിയിടാം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട സവാള, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി എല്ലാം നമുക്ക് സെറ്റാക്കി അരിഞ്ഞ് വെച്ചേക്കാം. ഗൈസ്, ഇവിടെ കൊച്ചുള്ളി പൊളിച്ചു, ഇഞ്ചി പൊളിച്ചു, വെളുത്തുള്ളി പൊളിച്ചു, സവാള പൊളിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഈ കല്ലിലിട്ട് ചിടി എന്ന് പറഞ്ഞ് ഇടിച്ച് നമുക്ക് ഒരു പരുവാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാള കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം. ഒരു സൈഡിൽ നിന്നോട്ട് ചേട്ടൻ ചിക്കൻ എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി കഴുകി എടുക്കുന്നുണ്ട്. വൃത്തിയാക്കി കഴുകിയെടുത്ത് ചിക്കൻ നമുക്ക് അങ്ങോട്ട് മാറ്റി. പരിപാടി എന്ന് വെച്ചാൽ ഒരു ചീൻചട്ടി എടുക്കണം, കുറച്ച് എണ്ണ ഒഴിക്കണം, അതിലേക്ക് കൊച്ചുള്ളി എല്ലാം കൂടി തട്ടിയിടാം, ഒരു തവി എടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അടുത്ത് നമുക്ക് അതിലേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ ബാലൻസ് ഉള്ള ആ സവാള അരിഞ്ഞതും കൂടി നമുക്ക് അതിലോട്ട് തട്ടിയിടാം. എന്നിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി അതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വാട്ടിയെടുക്കണം. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ടൊരു പണി കൊടുത്താലോ. അതിനുവേണ്ടി 1, 2, 3 പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത പൊടിയിലോട്ട് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നോക്കി ഗൈസ്, നല്ലതുപോലെ ആ മസാല എല്ലാം കൂടി ആ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ആദ്യം ഇട്ടിരുന്ന സവാള വാടിയൊന്ന് നോക്കാം. അതൊന്ന് നല്ലതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നല്ലതുപോലെ വാടും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇതിലോട്ടും കൂടി ആഡ് ചെയ്യണം. ഇനി നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നല്ലതുപോലെ ആ സവാളയായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. പിന്നെ ഒന്ന് അടച്ചു വെക്കാം, ഒന്ന് തിളച്ച് വരുന്നിടം വരെ. അപ്പൊ ആ ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ചിക്കന് ഓരോന്നോരോന്നായിട്ട് അതിനകത്തോട്ട് ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ആ ഗ്രേവി ഒന്ന് മൂടി വെക്കണം ഒരടപ്പെടുത്തിട്ട്. അപ്പൊ മൂടി വെച്ച് കഴിയുമ്പോൾ നല്ല തിളച്ച് ചിക്കനിൽ നിന്നും ഗ്രേവിയിൽ നിന്നും ആ മസാല എല്ലാം ഒരുമിച്ച് പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡിയാവും.